അമ്മയെ കുളിപ്പിക്കുമെന്ന കവിത എഴുതാനുള്ള ഭൗതിക സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാനും അമ്മയായിട്ട് ചെറുപ്പം മുതൽ വളരെ ഒരു സ്നേഹം തന്നെയായിരുന്നു. തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ തന്നെ അമ്മയോട് എല്ലാ കാര്യവും പറയുന്നത്, എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് അങ്ങനെയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലുള്ള ഡീറ്റെയിൽസ്. അങ്ങനെ അമ്മയായിട്ട് വളരെ മാനസികമായിട്ട് ഭയങ്കര അടുപ്പമാണ്. അത് സാധാരണ എല്ലാ കുട്ടികൾക്കുള്ള പോലെ തന്നെ ആയിരിക്കും. പക്ഷേ കാലം കഴിയുന്തോറും അത് അമ്മയായിട്ടുള്ള ബോണ്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്മയ്ക്ക് എന്നെ ഒരുപാട് വളരെ വിശ്വാസമാണ്. അമ്മ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ് എന്നാണ് എപ്പോഴും അമ്മ വിചാരിക്കുക. ഞാൻ സത്യം പറയുള്ളൂ എന്നുള്ളതാണ്. അത്തരം ഒരു വലിയ വിശ്വാസം, ട്രസ്റ്റ് അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്നു. പർട്ടിക്കുലർ കവിതയിലേക്ക് വരുന്ന കാലത്ത് അമ്മയ്ക്ക് സുഖമില്ലാതെ ഇരുന്നിരുന്നു. വളരെ പ്രായമായിരുന്നു അമ്മയ്ക്ക്. ഏകദേശം 90 വയസ്സായിരുന്നു. സാധാരണ നിലയ്ക്ക് അമ്മ സ്വന്തം എല്ലാം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുക. ഒട്ടും ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് അമ്മയെ ആരെങ്കിലും അങ്ങനെ കുളിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അമ്മ അതൊക്കെ ചെയ്യാൻ സമ്മതിക്കുള്ളായിരുന്നു. പക്ഷേ ഞാൻ വർഷത്തിൽ ഒരു 4 പ്രാവശ്യം എനിക്ക് പോകാനൊക്കെ പറ്റുള്ളൂ, ഞാൻ ദൂരെ ആയതുകൊണ്ട്. അപ്പം ഞാൻ ചെല്ലുമ്പോഴേക്ക് അമ്മയെ കുളിപ്പിക്കാനൊക്കെ സഹായിക്കും, കുളിക്കാനായിട്ട് സഹായിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പം അമ്മ പക്ഷേ ഇത് തടയില്ല. അപ്പോൾ ഒരു തവണ അമ്മ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊരു ഞാൻ അമ്മയും അമ്മ എൻ്റെ കുട്ടിയായിട്ട് മാറുന്ന പോലുള്ളൊരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇന്നർ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അത് അപ്പം അങ്ങനെ ഉണ്ടായി. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കുഞ്ഞിനെ സ്പർശിച്ച പോലുള്ള ഫീലിങ്ങൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ അതുപോലെ ഇരുന്നു. അപ്പോൾ അമ്മയെ ഞാൻ വളരെ കെയർ ചെയ്താണ് കുളിപ്പിച്ചതും. ഞാൻ എത്ര കണ്ട് ഞാനത് ചെയ്തു എന്നുള്ളതിൻ്റെ ആ ഫീലിംഗ് എൻ്റെ കയ്യിലിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അമ്മയുടെ ബോഡിയൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന, അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടായി എനിക്കത്. പക്ഷേ ഇത് എൻ്റെ അമ്മ എന്നുള്ളത് മാത്രമല്ല, എനിക്ക് എഴുതുമ്പോൾ അങ്ങനെയല്ല, അതൊരു യൂണിവേഴ്സലായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. മറ്റൊരാളോടുള്ള സ്നേഹം, മറ്റൊരാളോടുള്ള പരിഗണന, അതിപ്പോൾ നമ്മുടെ അമ്മയായിരിക്കണമെന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കണമെന്നില്ല, അത് എല്ലാവരോടും തോന്നേണ്ട ഒരു ആവശ്യം ഉള്ള കാലം കൂടെയാണത് നമ്മൾ. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ, വാസ്തവത്തിൽ ഞാനത് എഴുതി കഴിഞ്ഞ ഉടനെ എൻ്റെ ഒരു സുഹൃത്ത് വന്നു സുഹൃത്ത് TP രാജീവ് എന്ന്, വേറെ വീട്ടിൽ വന്നപ്പോഴേക്ക് പുതിയ കവിതയില്ലേ എന്ന് ചോദിച്ചു. പുതിയ കവിത ഞാൻ അപ്പോൾ എഴുതി ഇങ്ങനെ മുഴുമിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു, അത് വായിച്ചവർ ഭയങ്കരമായിട്ട് ഒരു കൂടെയുള്ളൊരു അയാളുടെ അയാൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ സുഖമില്ലാതെ കിടക്കുന്ന ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നൊരു സുഹൃത്ത്. അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ കണ്ണീരൊഴുക്കി. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസും എനിക്ക് ആ കവിത എഴുതി കഴിഞ്ഞപ്പോഴേക്ക് അങ്ങനെ ഉണ്ടായി. അല്ല, അമ്മയ്ക്ക് അങ്ങനെ പറയത്തക്ക അസുഖമൊന്നുമില്ല. അമ്മ കുറേ പ്രായമായ അങ്ങനെയാണെങ്കിലും കിടപ്പല്ല. പക്ഷെ വയസ്സ് 95 ഒക്കെ ആയപ്പോഴേക്കും അമ്മയ്ക്ക് 90 കഴിഞ്ഞത് കൊണ്ടുള്ള ശാരീരികമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അമ്മ സ്വന്തമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ കവിത എഴുതി കഴിഞ്ഞിട്ട് അമ്മയെ അത് എനിക്ക് കേൾപ്പിക്കാൻ മാതൃഭൂമിയിൽ വന്നപ്പോൾ ഞാനത് അമ്മയ്ക്ക് കേൾപ്പിച്ചു. ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് അമ്മയെ ഇത് കേൾപ്പിച്ചു. അമ്മ ഒരു അമ്മയെ പറ്റിയാണ്, സ്വന്തം അമ്മയെ പറ്റി ഞാൻ എഴുതിയതാണെന്നൊന്നും ഉള്ള തരത്തിലല്ല അമ്മ അതെടുത്ത്. അമ്മ ചോദിച്ചു, വയസ്സായ ആളുകളെ പറ്റിയുള്ള കവിതയാണല്ലേ, നന്നായിട്ടുണ്ട്. ഇല്ല, അമ്മ മരിച്ചു. അമ്മ 2013. ഞാൻ ഈ അമ്മയ്ക്ക് കവിത എഴുതി കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ മരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അമ്മയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു അത്. അപ്പോൾ അതെനിക്ക് വളരെ ഒരു എന്താ വെച്ചാൽ അമ്മ അതിനെ വേറെ ഒരു തലത്തിൽ തന്നെയാണ് കണ്ടത് എന്നുള്ളത്. അമ്മ വയസ്സായ ആളുകളെല്ലാം, അമ്മയെപ്പോലുള്ള വയസ്സായ ആളുകളെല്ലാം
ആണ്, ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് ആ തരത്തിൽ മനസ്സിലാക്കി എന്നൊക്കെ. അതേതൊരു ഒരു കുസൃതിയുണ്ട്, അമ്മയ്ക്ക് അറിയുകയും ചെയ്യും അമ്മയെ പറ്റി തന്നെയാണ് എന്നുള്ളത്. അങ്ങനെയായിരുന്നു ഒരു ചില വീട്ടിലൊക്കെ ചോദിച്ചു, പിന്നെ ഒരാൾ മരിച്ച് കിടന്നിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് എഴുതിയ കവിതയാണോ എന്ന് ചോദിച്ചു. നമുക്ക് കൃത്യ ഉത്തരം പറയാനില്ല. കിടപ്പായിരുന്നില്ല, മരിച്ചിട്ട് എഴുതിയതല്ല, മരിച്ചു കിടക്കുമ്പോഴല്ല, മരിച്ചിട്ടുള്ള. നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു കടമ എന്നല്ല പറയാം, നമ്മൾ തിരിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അത് മാത്രമാണ്. തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് അത് അതിനെപ്പറ്റി നമ്മൾ ഒരിക്കലും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ് അമ്മയുടെയൊക്കെ സ്നേഹം. അല്ലെങ്കിൽ നമുക്ക് വെറുതെ കിട്ടുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നില്ല. ആ വാല്യൂ കൊടുക്കാനാണ് നമ്മൾ. അത് മ്യൂച്വലാണ്. എന്താണ് ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള അതാണല്ലോ അത്. അപ്പോൾ അത് ആ ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അത് ഉണ്ടാവേണ്ടത് ഒരു ആവശ്യമുണ്ട് ഈ കാലത്ത്. റെസ്പെക്റ്റും നമുക്ക് അതിപ്പോൾ ഏത് ആളുകളോടും പരസ്പരം റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ. ഓരോരുത്തരും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ അംഗീകരിക്കുക. ഒരാൾക്ക് 2 കാലുണ്ട്, ഒരാൾക്ക് ഒരു കാലേ ഉള്ളൂ, പക്ഷെ അയാളുടെ ഡിഫറൻസ്, അയാൾക്ക് വേറെ കാര്യങ്ങളുണ്ടല്ലേ. അതേപോലെയുള്ള ഒരാളും ഈക്വൽ അല്ലല്ലോ, എല്ലാവർക്കും യുണീക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് വേറെ ആൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ കാര്യമില്ല, ഒന്നുമില്ല. അപ്പം എല്ലാവർക്കും അത്ര അവരുടെ അമ്മയെല്ലാം എൻ്റെ അമ്മയെല്ലാം അങ്ങനെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കോളേജ് ട്രിവാൻഡ്രത്തായപ്പം പഠിക്കുമ്പോൾ ഒരു കുട്ടി, അതിൻ്റെ അമ്മ അവർ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാണ് കുട്ടി, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. അതിൻ്റെ അമ്മ വീട്ടിൽ പോയി നിൽക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ അവരങ്ങനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി അമ്മ വൃത്തിയില്ലാന്നും അമ്മ സ്കൂളിലേക്ക് വരണ്ടെന്ന്. അത് ഹോളി ഏജൻസി പഠിക്കുന്ന കുട്ടിയാണ്. ഞാനന്ന് വിമൻസ് കോളേജിൽ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട് പറയുകയാണ് ആ കുട്ടിയുടെ അങ്ങനെ പറയുന്നു. എന്നിട്ട് ആ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം. അവർ അങ്ങോട്ട് വരരുതെന്ന്, അമ്മയാണെന്ന് പറയാൻ നാണക്കേടാണെന്ന്. 5ാം ക്ലാസ്സിലെ കുട്ടി വെച്ചാൽ അവരവരുടെ എന്താണെന്ന് പറയില്ല, പൊങ്ങച്ചങ്ങളിലേക്കൊക്കെ അതിൻ്റെയൊക്കെ വളർന്ന ആളുകളായിരിക്കും ഇപ്പോഴത്തെ. അപ്പോൾ അവർക്ക് ആ വാല്യൂ റെസ്പെക്റ്റ് തിരിച്ചറിയാം. അത് ഇംഗ്ലീഷിലൊക്കെ അവർ പരിഭാഷപ്പെടുത്തിയതൊക്കെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ സെൻറ്റിമെൻ്റലിസം അല്ല. സെൻറ്റിമെൻ്റലിസം അല്ല. നമ്മൾ പറയല്ലോ സെൻറ്റിമെൻ്റലായിട്ട് അതും പറയുക. ഇപ്പോൾ മദർ തെരേസ ആളുകൾക്ക് NGOs ചെയ്യുമല്ലോ. NGOs കരുണ കൊടുക്കാനായിട്ട് ആൾ വേണമല്ലോ. ഭിക്ഷക്കാരുണ്ടെങ്കിൽ നമുക്ക് കരുണ കാണിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഭിക്ഷക്കാർ എല്ലാ കാലത്തും ഭിക്ഷക്കാർ വേണം എന്നാണ് നമ്മുടെ ഈഗോ. പക്ഷേ അതാണല്ലോ ആ സെൻറ്റിമെൻ്റലിസം പോകുന്നതൊക്കെ. പക്ഷെ അതങ്ങനെ അല്ലാത്തുള്ള സാധനത്തിൽ വരാനായിട്ട് അങ്ങനെ സാധിച്ചു ആ കവിതയ്ക്ക് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു